നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. 5 പേർ മരിച്ചു, നിരവധി പേരെ കാണാനില്ല. 10ഓളം പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി വീണ്ടും പിടിയിൽ. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസക്കാരനുമായ 29 വയസ്സുള്ള മുത്തുവാണ് പിടിയിലായത്. വിഷം കഴിച്ച് ആശുപത്രിയിൽ കഴിയുന്ന മക്കളുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണം. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ RMP കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധം. ബഹളം കനത്തതോടെ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. ചാവക്കാട് വിളാങ്ങാട് ബീച്ചിൽ രൂക്ഷമായ തീരശോഷണം. ആശങ്കയിൽ നാട്ടുകാരും തീരത്തെ കച്ചവടക്കാരും. തീരസംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി ശാസ്ത്രീയമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ വൻ മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 5 പേർ മരിച്ചു, നിരവധി പേരെ കാണാനില്ല. 10ഓളം പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു എന്നാണ് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. സമീപത്തെ വീട്ടുകാരെയെല്ലാം ഒഴിപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. കൽപ്പറ്റയിൽ നിന്നുള്ള നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ അപകട സ്ഥലത്തെത്തി. NDRF ടീമും സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രി ടി സിദ്ദിഖ് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. റവന്യൂ, കൃഷി മന്ത്രിമാരോടും വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മേപ്പാടിയിൽ ഇന്നലെ അതിതീവ്ര മഴയാണ് ഉണ്ടായത്. 24 മണിക്കൂറിൽ 226 mm മഴ രേഖപ്പെടുത്തി. വയനാട് കള്ളാടിയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണിടിച്ചിലിൽ നിന്ന് 5 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മീനാക്ഷി പാലത്തിന് സമീപത്തുണ്ടായ മണ്ണിടിച്ചിൽ മരണസംഖ്യ ഉയരുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ വീണ്ടും പിടികൂടി. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസക്കാരനുമായ 29 വയസ്സുള്ള മുത്തുവാണ് പിടിയിലായത്. സ്വന്തം മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ. തിങ്കളാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ പെരുമ്പിലാവിലെ വീടിന് സമീപത്തു നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണം. കുന്നംകുളം നഗരസഭയിൽ RMP അംഗങ്ങളുടെ പ്രതിഷേധം. കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ RMP കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ കൗൺസിൽ യോഗം ചെയർപേഴ്സൺ പിരിച്ചുവിട്ടു. തർക്ക വിഷയത്തിൽ കൃത്യമായ പരിഹാരം കാണാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലായിരുന്നു RMP അംഗങ്ങൾ. മത്സ്യ മാർക്കറ്റ് വിഷയത്തിൽ പുറമെ പ്രദേശത്തെ രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് നഗരസഭാ ഭരണസമിതി അടിയന്തര പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ച് BJP അംഗങ്ങളും യോഗത്തിൽ പ്രതിഷേധമുയർത്തി. പ്ലക്കാർഡുകളും നായയുടെ പാവയുമായിട്ടാണ് BJP കൗൺസിലർമാർ കൗൺസിൽ ഹാളിലെത്തിയത്. തുടർന്ന് അവർ യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയെങ്കിലും യോഗം പൂർണ്ണമായി ബഹിഷ്കരിച്ചില്ല. നഗരസഭാ പരിധിയിലെ തെരുവുനായ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുവാനായി പ്രത്യേക കൗൺസിൽ കമ്മിറ്റി രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി.
തെരുവുനായ ശല്യം കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പ്രദേശത്തെ രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് നഗരസഭാ ഭരണസമിതി അടിയന്തര പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ചാണ് BJP അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. പ്ലക്കാർഡുകളുമായി നായയുടെ പാവയുമായിട്ടാണ് BJP പ്രതിനിധികൾ കൗൺസിൽ യോഗത്തിലെത്തിയത്. വേറിട്ട രീതിയിലായിരുന്നു ഇവരുടെ പ്രതിഷേധം. പ്രദേശത്തെ തെരുവുനായ ശല്യം കാരണം ജനങ്ങൾ ഭീതിയിലാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഭരണസമിതി പരാജയപ്പെട്ടെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തുടർന്ന് BJP കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് തിരിച്ചുവന്ന് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കുന്നംകുളം നഗരസഭയ്ക്കകത്തും കഴിഞ്ഞ ദിവസം കുന്നംകുളം നഗരസഭയുടെ ടൗൺ ഹാളിൽ നടന്ന ഒരു പരിപാടി നടന്നു. ടൗൺ ഹാളിന്റെ അകത്ത് 4 മാറും നായ്ക്കള് കുന്നംകുളം നഗരസഭയുടെ ടൗൺ ഹാളിനകത്ത് കർഷക സഭ നമ്മൾ നടക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കുന്നംകുളം നഗരസഭയിൽ തെരുവുനായ പിടിക്കാതെ മൗനം നടിക്കും ചെയർപേഴ്സൺ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ രൂക്ഷമായ തീരശോഷണം. ആശങ്കയിൽ നാട്ടുകാരും തീരത്തെ കച്ചവടക്കാരും. തൃശൂർ ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വേലിയേറ്റം മൂലമുണ്ടാകുന്ന കടലാക്രമണവും തീരശോഷണവും രൂക്ഷമാകുന്നു. കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന ശക്തമായ വേലിയേറ്റവും കൂറ്റൻ തിരമാലകളുമാണ് തീരത്തെ മൺതിട്ടകൾ ഇടിച്ച് മണ്ണ് കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്നത്. ഇതോടെ കടൽ കൂടുതൽ കരയിലേക്ക് കയറുന്ന സ്ഥിതിയാണുള്ളത്. കടലാക്രമണം ശക്തമായതിനെ തുടർന്ന് തീരത്തെ 2 കടകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിച്ചു മാറ്റേണ്ടി വന്നു. സമീപത്തെ ദ്വാരക ബീച്ചിലും സമാനമായ രീതിയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ഇവിടെയുണ്ടായിരുന്ന നിരവധി കാറ്റാടി മരങ്ങൾ വേരോടെ നിലംപൊത്തിക്കഴിഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചുകളിലൊന്നാണ് ബ്ലാങ്ങാട്. അതുകൊണ്ടുതന്നെ നിലവിലെ പ്രതിഭാസം മൂലം ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ഒരു മാസമായി തിരമാലകൾ ശക്തമായി അടിച്ചു കയറുകയാണ്. മൺതിട്ടകൾ ഇടിയുന്നതോടെ കടൽ കൂടുതൽ അടുത്തേക്ക് വരുന്നു. സംസ്ഥാനത്ത് വലിയ മീനുകൾ പിടിക്കുന്ന ഇടങ്ങളിലൊന്നാണ് ബ്ലാങ്ങാട് ബീച്ച്. ഈ പ്രതിഭാസം മത്സ്യത്തൊഴിലാളികൾക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. കടകൾ മാറ്റേണ്ടി വന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ബീച്ചിലെ കച്ചവടക്കാരൻ നാരായണൻ പറഞ്ഞു. നാളുകളായി കടൽക്ഷോഭവും ഈ വേലിയേറ്റം കാരണം മണൽത്തിട്ട എടുത്തു കൊണ്ടുപോവുകയാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്കും ഞങ്ങളെപ്പോലുള്ള കടക്കാർക്കും ഒരു ഭീഷണിയാണ്. ഞങ്ങളുടെ ജീവിതഭാരം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ സഞ്ചാരികൾക്ക് ഇരിക്കാനും അസ്തമനം കാണാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്ന കടൽ തീരാണിത്. ഇപ്പോൾ വന്ന് നിൽക്കാൻ തന്നെ ആൾക്കാർക്ക് സ്ഥലമില്ലാത്ത മാറി കടൽക്ഷോഭം. ബീച്ചിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കച്ചവടക്കാർ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. തീരസംരക്ഷണത്തിനായി ശാസ്ത്രീയമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ അതിഥി തൊഴിലാളി പാമ്പ് കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഗുരുവായൂർ മുതുവട്ടൂർ അച്ചാണത്ത് പറമ്പിൽ രാവിലെ 10:30 സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുല്ല് വൃത്തിയാക്കുന്നതിനിടെയാണ് അതിഥി തൊഴിലാളിയെ അണലി കടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ തൊഴിലാളി ഗംബൂട്ട് അണിഞ്ഞിരുന്നാൽ കാലിൽ കടിയേറ്റില്ല. മലമ്പാമ്പാണെന്ന ധാരണയിൽ മാറ്റാൻ ശ്രമിച്ചതോടെ അണലി ചീറ്റിയെടുത്തു. ഇതോടെ തൊഴിലാളി ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി. 4 അടിയോളം നീളമുള്ള പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ AH അക്ബർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രങ്കോട്ട് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, കൗൺസിലർ സുജാത സത്യൻ, നഗരസഭാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യശ്രീ ഉണ്ണി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു PV എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, യോഗ പരിശീലകർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭ NV സോമൻ സ്മാരക ഹാൾ, പുത്തൻകടപ്പുറം പാലിയൂർ ഹെൽത്ത് വെൽനസ് സെന്റർ തുടങ്ങി 3 പ്രധാന കേന്ദ്രങ്ങളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. തൃശൂർ പുത്തൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു.
കൊങ്ങമ്പാറ സ്വദേശി രമേശന്റെ മകൻ ബദ്രിനാഥാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വീടിന്റെ മുറ്റത്ത് കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെ മെയിൻ സ്വിച്ചിന് സമീപത്തെ ദ്രവിച്ച എർത്ത് കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഉടൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ ഗുരുദേവ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബദ്രിനാഥ്. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം ചീനിച്ചുവട് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഭീമൻ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏതാണ്ട് 25 അടിയോളം നീളമുള്ള തിമിംഗലമാണ് പൂർണ്ണമായും അഴുകിയ നിലയിൽ കരയ്ക്കടിഞ്ഞത്. ഇതോടെ പ്രദേശത്താകെ കടുത്ത ദുർഗന്ധം വമിച്ചു. അടുത്തിടെയായി ഈ മേഖലയിൽ തിമിംഗലം ഉൾപ്പെടെയുള്ള കടൽ ജീവികൾ ചത്ത നിലയിൽ കരയ്ക്കടിയുന്നത് പതിവാകുന്നത് തീരദേശവാസികൾക്ക് ദുരിതമാവുകയാണ്. വിവരമറിഞ്ഞ ചാവക്കാട് നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ, വാർഡ് കൗൺസിലർ തനുജ ഷാഫി, നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി. തിമിംഗലത്തിന്റെ ജഡൻ ഉടൻ തന്നെ തീരത്ത് സംസ്കരിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നഗരസഭയും ആരോഗ്യവകുപ്പും. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ പ്രതിമാസ യോഗം ചൂണ്ടൽ പെൻഷൻ ഓഫീസിൽ നടന്നു. CGPA കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PC ജോർജ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PI സുബ്രഹ്മണ്യൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. O അജീഷ്, സത്യം, M സുമേഷ് എന്നിവർ CGPA കുന്നംകുളം ബ്രാഞ്ചിലെ പെൻഷൻകാർക്കും കുടുംബക്കാർക്കുമായി പ്രിവിലേജ് കാർഡ് വിതരണം നടത്തി. ചികിത്സാ ആനുകൂല്യങ്ങളെപ്പറ്റി ബോധവൽക്കരണവും ഉണ്ടായിരുന്നു. ലഹരിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ 19ാം വാർഡ് ജനസേവന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തൂഫാൻ കിക്ക് ആവേശകരമായി. ലോകകപ്പിന്റെ ആവേശം പകർന്ന് തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് നിരവധി യുവാക്കളും കായിക പ്രേമികളും പങ്കെടുത്തു. കായിക വിനോദത്തിലൂടെ ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ തൂഫാൻ കിക്ക് ജീവകാരുണ്യ പ്രവർത്തകൻ മുഹമ്മദ് അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ കാനാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ഫാസിൽ വലിയകത്ത്, V അലി, ഷംസുദ്ദീൻ, റഷീദ്, മുനിയാസ്, മുജീബ് എന്നിവർ സംസാരിച്ചു. ലഹരിയില്ലാത്ത യുവത്വം, സുരക്ഷിതമായ കുടുംബം, ശക്തമായ സമൂഹം എന്ന സന്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ജമാൽ കോട്ടയുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. നിലവിൽ കമ്മ്യൂണിറ്റി ഹാൾ കുടുംബശ്രീ ഭക്ഷണശാലയുടെ വിറകുപുരയായും ഹരിതകർമ്മസേനയുടെ അജൈവ മാലിന്യ കേന്ദ്രവുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് മറ്റു മണ്ഡപങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാനാണെന്നും പരാതിക്കാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ജമാൽ കോട്ടയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി കമ്മ്യൂണിറ്റി ഹാൾ പൊതുജനങ്ങൾക്ക് തുറന്ന് നൽകാനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം NK അലി പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KA ശിവരാമൻ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ PP ഷമീർ, K ശങ്കരൻകുട്ടി, മുഹമ്മദ് ഷാ, സലാഹുദ്ദീൻ, രാമകൃഷ്ണൻ, ശിവകുമാർ, ഉസ്മാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായുള്ള സഹായ ഉപകരണ വിതരണം വെള്ളറക്കാട് നടന്നു. മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. 156 പേർക്ക് ഉപകരണങ്ങൾ നൽകി. നേരത്തെ 150-ൽ പരം വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ നൽകിയിരുന്നു. കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന ദേശീയ വയോശ്രീ യോജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വീൽചെയർ, വോക്കർ, ഇയർ എയ്ഡ് തുടങ്ങിയ 16 തരം സഹായ ഉപകരണങ്ങൾ നൽകിയത്. രാഷ്ട്രീയ വയോശ്രീ യോജന കോർഡിനേറ്റർ KS രാജേഷ് അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അഭിലാഷ് കടങ്ങോട്, PJ ജെബിൻ എന്നിവർ സംസാരിച്ചു. അലീമിയോ പ്രതിനിധികളായ ഗോകുൽ, അഭിനവ്, ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്റർമാരായ സൗമ്യ പ്രജി, അനഘ ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഒരു ഭരണകൂടത്തിൽ നിന്നും കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ പലരുമുണ്ട്. പക്ഷെ അവർക്കായിട്ട് നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലായി വരുന്നുണ്ട്. അത്തരത്തിലൊരു പദ്ധതിയാണ് ഈ വയോമിത്രം പരിപാടി. ഈ വയോമിത്രം പരിപാടിയിലൂടെ 60 വയസ്സ് കഴിഞ്ഞ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അവരുടെ ഭിന്നശേഷി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൃത്യമായി എത്തിക്കുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ കാലങ്ങളായി ചെയ്തു വരുന്നതാണ്. അതിവിടെ നടപ്പിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. കാരണം നേരിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായ സഹകരണങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചതിലൂടെയാണ് നമ്മുടെ ആദരണീയനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് നേരിട്ട് എത്തിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള സഹായം.
ദുർഗന്ധം വമിക്കുന്ന അന്തിക്കാട് കുളം ശുചീകരണത്തിനായി വറ്റിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കുളമാണ് മാലിന്യവും ദുർഗന്ധവും മൂലം വറ്റിക്കാൻ ആരംഭിച്ചത്. 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള അന്തിക്കാട്ടുകുളം മാലിന്യം നിറഞ്ഞും ദുർഗന്ധപൂരിതവുമായതോടെയാണ് കുളം വറ്റിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. 20 HP-യുടെ 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് തള്ളുന്നത്. 7 ദിവസം രാവും പകലും പമ്പ് ചെയ്താൽ മാത്രമേ കുളം വറ്റിക്കാൻ കഴിയൂവെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുളം ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് ഗീതാ ഗോപി MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, അന്തിക്കാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് CK. കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു തുടങ്ങി ജനപ്രതിനിധികളും ദേവസ്വം ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. കുളം ശുചീകരിച്ചതിനു ശേഷം വീണ്ടും മലിനമാകാതിരിക്കുന്നതിനുള്ള നടപടികളുമായി MLA-യും ദേവസ്വം ബോർഡും അന്തിക്കാട് പഞ്ചായത്തും ചേർന്ന് കൈകോർത്തു നീങ്ങുമെന്ന് MLA പറഞ്ഞു. അടുത്ത ദിവസങ്ങളായിട്ട് 1000-ഓളം വരുന്ന നീർക്കാക്കകളുടെ കാഷ്ടമിട്ട് ഈ കുളം മലിനജലമാവുകയും ബന്ധപ്പെട്ട അധികാരികളായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെവരെ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം മാലിന്യം നിറഞ്ഞ ആ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കാനയിലേക്ക് തുറന്നു വിടുന്നതോടൊപ്പം തന്നെ ചത്തുപൊന്തിയ മീനുകളെ മൊത്തം മാറ്റിക്കൊണ്ട് മറ്റു നടപടികൾ അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി പ്രസിഡന്റ്. കുളം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പ്രാഥമികമായി 2 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇനിയും തുക ആവശ്യമായി വന്നാൽ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK. കൃഷ്ണകുമാർ വ്യക്തമാക്കി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV. സുനിൽകുമാർ നിർവഹിച്ചു. മരത്തങ്കോട് ഹൈസ്കൂളിന് സമീപത്തുള്ള കർഷകൻ ഗോപിയുടെ 65 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM. നൌഷാദ്, KK. മണി, സുഗിജ സുമേഷ് എന്നിവർ സംസാരിച്ചു. KA. തങ്കപ്പൻ, പോൾസൺ താം, ഡോക്ടർ ജോൺസൺ ആളൂർ, വിജയൻ മാസ്റ്റർ, ഷീജ മണി, കർഷക സംഘം പന്നിത്തട മേഖലാ സെക്രട്ടറി V. ശങ്കരനാരായണൻ, പ്രസിഡന്റ് MK. ശശിധരൻ എന്നിവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GFUP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീർ പതിപ്പ് പ്രകാശനം ചെയ്തു. പ്രധാനാധ്യാപിക PK. റംല ടീച്ചർ വിദ്യാർത്ഥി പ്രതിനിധി അദീബ കൻസക്കനെ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. SK. പ്രിയ, MK. സലീം, PM. മുബീന, CJ. ജിൻസി, PR. ഷീജ, MR. ഐശ്വര്യ, PM. ഹസീന, AB. രോഹിണി, രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹവും നർമ്മവും മനുഷ്യ സ്നേഹത്തിന്റെ സുഗന്ധവും മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച ബഷീറിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതവും സാഹിത്യവും പുതുതലമുറയിലേക്ക് പകരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ വരും ദിവസങ്ങളിലും സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചു. കുന്നംകുളത്ത് വിധവാക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം വനിതകൾക്ക് കുടകൾ വിതരണം ചെയ്തു. സംസ്ഥാന രക്ഷാധികാരി MD. രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് KPCC റിസർച്ച് ആൻഡ് പോളിസി കൺവീനർ KC. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, കുന്നംകുളം നഗരസഭ 19-ാം വാർഡ് കൗൺസിലർ നന്ദിനി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വിധവാക്ഷേമ സംഘം ജില്ലാ സെക്രട്ടറി ശോഭന കുന്നത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അൽഫോൺസ നന്ദിയും പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബ്ലാങ്ങാട് രചനാ ലൈബ്രറിയിൽ മലയാളത്തിന്റെ സാഹിത്യ പ്രതിഭകളായ വൈക്കം മുഹമ്മദ് ബഷീറിനെയും OE. വിജയനെയും പ്രാദേശിക സാഹിത്യകാരിയായിരുന്ന ഷൈജ മോഹനെയും അനുസ്മരിച്ചു. കടപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ അംഗം ഹബ്രു ഷഞ്ചങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരായ അഹമ്മദ് മൂനിദ്ദീൻ, CR. ഉണ്ണികൃഷ്ണൻ, ലത്തീഫ് മമ്മിയൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. AK. ശൈലജ, ഷബ്ന ഹാഷിം, CV. പ്രേമരാജൻ, M. കുമാരൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, C. ഷക്കീല, AK. അശോകൻ എന്നിവർ സംസാരിച്ചു. ബാലവേദി അംഗം ബേബി അമ്രിൻ അബ്ദുൽ ഫത്താഹ് ബഷീറിന്റെ പത്തുമയായി രംഗത്ത് വന്നു. ലൈബ്രറി സെക്രട്ടറി OK. വത്സരൻ സ്വാഗതവും ലൈബ്രറിയൻ ബേബി വത്സരൻ നന്ദിയും പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗം KV. അബ്ദുൾ അസീസ്, ഗൗതം കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. അകാലത്തിൽ വിട പറഞ്ഞ ചാലിശ്ശേരി കുന്നത്തുപറമ്പ് സ്വദേശി സുഭാഷിന്റെ കുടുംബത്തിന് വർക്ക്ഷോപ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എന്ന സംഘടനയുടെ മലപ്പുറം കുന്നുംപുറം യൂണിറ്റ് മെമ്പറായിരുന്ന 47 വയസ്സുള്ള സുഭാഷ് ദിവസങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതം മൂലം നിര്യാതനായത്. മരണമടഞ്ഞ മെമ്പറുടെ കുടുംബത്തിന് അസോസിയേഷന്റെ ലൈഫ് ലൈൻ പദ്ധതിയിൽ 10 ലക്ഷം രൂപയുടെ ചെക്ക് കുന്നുംപുറം യൂണിറ്റ് പ്രസിഡന്റ് VP. പ്രവീൺ, സെക്രട്ടറി N. ലിജീഷ്,
ട്രഷറർ പി പ്രദീപ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് കൈമാറി. വർക്ക്ഷോപ്പ് അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് ഭാരവാഹികൾ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭാ തല +1 പ്രവേശനോത്സവം മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ KK മുബാറക്ക് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ശ്രീലേഖ, 19ാം വാർഡ് കൗൺസിലർ ശൈലജ വാസുദേവൻ, പ്രധാന അധ്യാപിക ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പുതുതായി സ്കൂളിലേക്ക് കടന്നുവന്ന വിദ്യാർത്ഥികളെ അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് വരവേറ്റു. ചടങ്ങിൽ PTA അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ പാരന്റിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. സ്വാലിഹ് അൻവരി പട്ടാമ്പി ക്ലാസിന് നേതൃത്വം നൽകി. മഹല്ല ഖത്തീബ് അലി ധാരമി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മദ്രസ സദർ മുവല്ലിം അബ്ദുൾ റഹ്മാൻ ഹിഷാമി സ്വാഗതവും ഇസ്മായിൽ സുഹരി പ്രാർത്ഥനയും നിർവഹിച്ചു. മഹല്ല മെമ്പർമാരായ പാവൂരയിൽ അബ്ദുൾ റസാഖ്, വള്ളിയിൽ മുഹമ്മദ് കുട്ടി, ഉസ്താദ്മാരായ സമദ്, ഫാറൂഖ്, ഫൈസൽ സക്കാഫി, ഷിഹാബുദ്ദീൻ അഷ്റഫി എന്നിവർ സംസാരിച്ചു. മഹല്ല ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞുമുഹമ്മദ് നന്ദി പറഞ്ഞു. സിയാൽ മോഡലിൽ കമ്പനി രൂപീകരിച്ച് ചെലവ് കുറഞ്ഞ ആഭ്യന്തര വിമാന യാത്രകൾ നടത്താൻ ലക്ഷ്യം വെച്ച് സഹകരണ മേഖലയിൽ വിമാന സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതി പ്രയോജനകരമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം വിലയിരുത്തി. ചുരുങ്ങിയ ദിവസങ്ങളിൽ നാട്ടിലെത്തുന്ന പ്രവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും ചികിത്സയ്ക്കായി എത്തുന്നവർക്കും വളരെ ഉപകാരപ്രദമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ തത്വത്തിൽ പ്രാഥമിക അനുമതി നൽകിയ ഗുരുവായൂരിലും വയനാട്ടിലും എയർ സ്ട്രിപ്പ് നിർമ്മിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. CSI മലബാർ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രക്ഷാധികാരിയുമായ ഡോക്ടർ AV അനൂപ്, പ്രസിഡന്റ് ഷെവലിയാർ CE ചാക്കുണ്ണി, സീനിയർ വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ട്രഷറർ MV കുഞ്ഞാമു, UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ് തുടങ്ങിയവരും പ്രവാസി സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. മൈക്രോടെക് എഡ്യൂക്കേഷണൽ സർവീസസ്, എഡ്യൂസ്മാർട്ട് അലുമിനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി. ആറ്റുപുറം KG കരുണാകര മേനോൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. സലീം മാറാത്ത് അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം നേടിയ അധ്യാപകൻ MS ഷബീർ, വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങൾ പരിഗണിച്ച് സലീം മാറാത്ത, OM ജാബീർ എന്നിവരെ ആദരിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, പഞ്ചായത്ത് മെമ്പർ KS ഷനിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലി, മുൻ മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, അധ്യാപകൻ ഇജാസ് അഹമ്മദ്, അമീൻ, സവിത OM, ജാബിർ, മുഹമ്മദ് മിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,315 രൂപ, സ്വർണം പവന് 1,06,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചർമ്മം ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂളിന് സമീപം പട്ടണത്ത് കുമാരൻ ഭാര്യ അമ്മു നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ നടന്നു. പരേതനായ പ്രഭാകരൻ, സുമതി, ജയൻ, രാജൻ, സത്യൻ, നളിനി, സതി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി മുക്കൽ പീടികയിൽ താമസിക്കുന്ന പാളിക്കാട്ടിൽ മുഹമ്മദ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്നു. ഖദീജയാണ് ഭാര്യ. ഷമീർ, സാക്കിർ, ഷഫ്ന എന്നിവർ മക്കളാണ്. കബറടക്കം മണ്ണാരപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. 5 പേർ മരിച്ചു, നിരവധി പേരെ കാണാനില്ല. 10ഓളം പേരെ ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി T സിദ്ദിഖ്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി വീണ്ടും പിടിയിൽ. തമിഴ്നാട് സ്വദേശിയും നിലവിൽ പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസക്കാരനുമായി 29 വയസ്സുള്ള മുത്തുവാണ് പിടിയിലായത്. വിഷം കഴിച്ച് ആശുപത്രിയിൽ കഴിയുന്ന മക്കളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ.
തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണം കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ RMP കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധം. ബഹളം കനത്തതോടെ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ രൂക്ഷമായ തീരശോഷണം. ആശങ്കയിൽ നാട്ടുകാരും തീരത്തെ കച്ചവടക്കാരും. തീരസംരക്ഷണത്തിനായി ശാസ്ത്രീയമായ ഇടപെടൽ അനിവാര്യമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.